നമസ്കാരം. ഇന്ത്യൻ നേവിയുടെ ഒരു ഏവിയേഷൻ വിഭാഗമാണ് ഇന്ത്യൻ നേവൽ എയറാം എന്നുള്ളത്. നിലവിൽ 23 സ്ക്വാഡ്രണുകളിലായി 300ഓളം എയർക്രാഫ്റ്റുകളാണ് ഇന്ത്യൻ നേവിക്ക് കീഴിലുള്ളത്. ഇതിൽ കോംബാറ്റ് എയർക്രാഫ്റ്റുകളും പെട്രോളിങ്ങിന് ഉപയോഗിക്കുന്നതായ എയർക്രാഫ്റ്റുകളും ഹെലികോപ്റ്ററുകളും ട്രെയിനർ എയർക്രാഫ്റ്റുകളും UAVകളും പെടും. ഇന്ത്യൻ നേവിയുടെ പ്രധാന കോംബാറ്റ് എയർക്രാഫ്റ്റുകൾ എന്ന് പറയുന്നത് MiG-29 വിമാനങ്ങളാണ്. MiG-29K വേരിയന്റാണ് ഇന്ത്യൻ നേവി ഉപയോഗിക്കുന്നത്. അടുത്തൊരു ദശാബ്ദത്തോടുകൂടി ഇതിൽ പല വിമാനങ്ങളും വിരമിക്കുന്നതായിരിക്കും. അതോടെ ഇതിനൊരു റീപ്ലേസ്മെന്റും ആവശ്യമായി വരും. ഈ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ഇന്ത്യൻ നേവിയുടെ ആക്ഷൻ പ്ലാനാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന് AMCA പ്രോഗ്രാം എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യൻ നേവിക്ക് TEDBF എന്ന പ്രോഗ്രാം ഉണ്ട്. അതായത് ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ. എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ ഡിസൈൻ പ്രകാരം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിക്കുക. എല്ലാ നൂതന യുദ്ധ സാഹചര്യങ്ങളെയും നേരിടാൻ പ്രാപ്തമായ ഒരു മൾട്ടി റോൾ കോംബാറ്റ് എയർക്രാഫ്റ്റ് ആയിരിക്കും ഇത്. INS വിക്രമാദിത്യയും INS വിക്രാന്തുമാണ് ഇതിന്റെ രണ്ട് കാരിയർമാർ. 2020 ഇത്തരത്തിലൊരു പ്രോഗ്രാം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. അതിനു മുൻപ് വരെ തേജസിന്റെ ഒരു നേവൽ വേരിയന്റ് നിർമ്മിച്ച് നേവിക്ക് സപ്ലൈ ചെയ്യാം എന്നാണ് തീരുമാനിച്ചിരുന്നത്. ഇതിനായി പ്രോട്ടോടൈപ്പുകളും ഇറക്കി പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഇതിൽ സ്കൈ ജമ്പ് ടേക്ക് ഓഫും അറസ്റ്റഡ് ലാൻഡിങ്ങും എല്ലാം ഉൾപ്പെടും. സ്കൈ ജമ്പ് ടേക്ക് ഓഫ് എന്നുള്ളത് എയർക്രാഫ്റ്റ് കാരിയറുകളിൽ കാണുന്ന ഒരു സംവിധാനമാണ്. റൺവേക്ക് ആവശ്യത്തിന് നീളമില്ലാതെ വരുമ്പോൾ എയർക്രാഫ്റ്റിലെ റൺവേയിൽ കൃത്രിമമായി ഒരു കയറ്റം സൃഷ്ടിച്ചിരിക്കും. ഇത് വിമാനത്തിനെ പെട്ടെന്ന് ഉയരാൻ സഹായിക്കുന്നു. 5ാം തലമുറ 6ാം തലമുറ യുദ്ധവിമാനങ്ങളിലൊക്കെ VTOL ഫെസിലിറ്റി ഉണ്ട്, അതായത് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ്. ഇത്തരം വിമാനങ്ങൾക്കൊക്കെ നിന്ന നിൽപ്പിൽ തന്നെ ടേക്ക് ഓഫും ലാൻഡിങ്ങും സാധ്യമാകും. എന്നാൽ 5ാം തലമുറയിൽ താഴെയുള്ള വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കഴിവുകളൊന്നും ഇല്ല. അതുപോലെ തന്നെയാണ് ലാൻഡിങ്ങിന്റെ കാര്യവും. ഇവിടെ അറസ്റ്റിംഗ് കേബിളുകൾ ഉപയോഗിക്കുന്നു. ലാൻഡിംഗ് സമയത്ത് അറസ്റ്റിംഗ് കേബിളുകൾ വിമാനത്തിന്റെ പിന്നിലുള്ള ഹൂക്കിൽ ഘടിപ്പിച്ച ശേഷം വിമാനത്തിന്റെ എനർജി അറസ്റ്റിംഗ് ഗിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നീട് അറസ്റ്റിംഗ് എഞ്ചിന്റെ സഹായത്തോടെയാണ് വിമാനം നിശ്ചലമാക്കുന്നത്. തേജസിന്റെ പ്രോട്ടോടൈപ്പ് വെച്ച് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ നേവി തൃപ്തരായിരുന്നില്ല. വിമാനത്തിന് വെയിറ്റ് കൂടുതലായിരുന്നു എന്നതായിരുന്നു കാരണമായി പറഞ്ഞിരുന്നത്. അറസ്റ്റഡ് ലാൻഡിങ്ങിൽ എന്തെങ്കിലും പാകപ്പിഴ പറ്റിക്കഴിഞ്ഞാൽ വിമാനം അപകടത്തിൽപ്പെടും. ലോകത്തിൽ പല വിമാനങ്ങളും ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇതുതന്നെയാണ് ഇന്ത്യൻ നേവിയെ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതും. തേജസിന് പകരം പുതിയ ഡിസൈനിലുള്ള ഒരു മൾട്ടി റോൾ കാരിയർ ബോൺ ഫൈറ്റർ വേണമെന്നുള്ളതായിരുന്നു നേവിയുടെ ആവശ്യം. അതാണ് TEDBF പ്രോഗ്രാമിലേക്ക് വഴിതെളിച്ചത്. തേജസിൽ നിന്ന് വ്യത്യസ്തമായി നേവിക്കായി നിർമ്മിക്കുന്ന പുതിയ എയർക്രാഫ്റ്റുകളിൽ ഇരട്ട എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ത്രസ്റ്റും ത്രസ്റ്റ് ടു വെയിറ്റ് റേഷ്യോയും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ പേലോഡുകൾ വഹിച്ചുകൊണ്ട് അനായാസം ടേക്ക് ഓഫ് സാധ്യമാകും. ഇവിടെ GEയുടെ 414 എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. സപ്ലൈ ചെയിനിലെ ചില വിഷയങ്ങളും അതുപോലെ തന്നെ ടെക്നോളജി ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ചില നൂലാമാലകൾ കൊണ്ടും GE 414 എഞ്ചിന്റെ ട്രാൻസ്ഫർ ഇപ്പോൾ കുറച്ച് വൈകിയിരിക്കുകയാണ്. 2026 27 പ്രോട്ടോടൈപ്പിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നീട് ഫൈനൽ ഓപ്പറേഷണൽ ക്ലിയറൻസും കഴിഞ്ഞ് സേനയുടെ ഭാഗമാകാൻ പിന്നും കുറെ വർഷങ്ങൾ വേണ്ടിവരും. ആ ഒരു കാലയളവിനുള്ളിൽ തന്നെ ഏതാനും ചില MiG-29K വിമാനങ്ങൾ റിട്ടയർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വിടവ് നികത്താൻ അടിയന്തരമായി ഫ്രാൻസിൽ നിന്ന് 26 റഫേൽ M വിമാനങ്ങൾ ഇറക്കുമതി ചെയ്യാനാണ് ഇന്ത്യൻ സർക്കാർ പദ്ധതിയിട്ടിരിക്കുന്നത്. ഇതിന്റെ അന്തിമ വില സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടന്നുവരികയാണ്. നിലവിൽ 40ഓളം MiG-29K വിമാനങ്ങളാണ് ഇന്ത്യൻ നേവിയുടെ കീഴിലുള്ളത്. എന്നാൽ ഇവിടെ പ്രസ്തുത TEDBF പ്രോഗ്രാം അനുസരിച്ച് 40 വിമാനങ്ങളായിരിക്കില്ല ഇന്ത്യൻ നേവിക്ക് പുതിയതായി കൈമാറുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് 145 വിമാനങ്ങൾ വേണമെന്നാണ് നേവി ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ സാമ്പത്തിക ബാധ്യത കണക്കിലെടുത്ത് പ്രതിരോധ മന്ത്രാലയം ഇത് 80ആയി വെട്ടിച്ചുരുക്കുകയായിരുന്നു. ഈ ഒരു നടപടി 1ാം ഘട്ടത്തിലേക്ക് മാത്രമായിട്ടായിരിക്കും. ഭാവിയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ 200 വിമാനങ്ങൾ നിർമ്മിക്കാനാണ് പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. നേവിയുടെ ഈ പദ്ധതിയിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സിനെ കൂടി ഉൾപ്പെടുത്താനുള്ള ആലോചനയിലാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം. ഇതിനുള്ള പ്രധാന കാരണം എയർഫോഴ്സിന്റെ AMCAയിലായാലും നേവിയുടെ TEDBF പ്രോഗ്രാമിലായാലും വിമാനത്തിൽ ഉപയോഗിക്കുന്ന പല കമ്പോണൻസും കോമൺ ആണ്. ഇവിടെ രണ്ട് സേനാ വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഇതിന്റെ ഡെവലപ്മെന്റ് ഈസി ആവുകയും ചെയ്യും, ചെലവും കുറയ്ക്കാം. മാത്രവുമല്ല 4.5 ജനറേഷനായി തുടങ്ങിയ TDBF പദ്ധതി 5.5 ജനറേഷന്റെ ഫീച്ചേഴ്സോടുകൂടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞേക്കും.
കാരണം AMCA എന്നുള്ളത് 5.5 ജനറേഷൻ പദ്ധതിയാണ്. അതുപോലെ തന്നെ TDBF ഡിസൈനിൽ എയർഫോഴ്സിന് അനുയോജ്യമായ ഓംനി റോൾ കോമ്പാറ്റ് എയർക്രാഫ്റ്റുകളും നിർമ്മിക്കാൻ ആലോചനയുണ്ട്. ഇതിന്റെ ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ AMCA പ്രോഗ്രാമിന് സമാന്തരമായി തന്നെ ഇത് കൊണ്ടുപോകാൻ കഴിയും. 2030-നും 50-നും ഇടയിലായി 7500 എയർക്രാഫ്റ്റുകൾ സ്വന്തമായി വേണമെന്നുള്ള നിലപാടിലാണ് ഇന്ത്യൻ എയർഫോഴ്സ്. അതുപോലെ തന്നെ UK, ജപ്പാൻ, ഇറ്റലി ഈ 3 രാജ്യങ്ങളും ചേർന്ന് സംയുക്തമായി നിർമ്മിക്കുന്ന 6ാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ ഗ്ലോബൽ കോമ്പാറ്റ് എയർ പ്രോഗ്രാം അഥവാ GCAP-യിലേക്ക് ഇന്ത്യക്ക് ക്ഷണമുണ്ടായിരുന്നു. ഇന്ത്യ ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനു പിന്നിൽ 2 കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒന്നാമതായി ഇത് ഇന്ത്യയുടെ തദ്ദേശീയ പദ്ധതിയായ AMCയെ ദോഷകരമായി ബാധിക്കും. ടെക്നോളജി ഡിപ്പെൻഡൻസി പരമാവധി ഒഴിവാക്കാനായിട്ടാണ് AMCA പോലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ എന്തുകൊണ്ട് 6ാം തലമുറ യുദ്ധവിമാനത്തിലേക്ക് പോകുന്നില്ല എന്നുള്ള ചോദ്യത്തിന്റെ ആദ്യ ഉത്തരം അതിനുള്ള സാങ്കേതിക പരിജ്ഞാനം ആയിട്ടില്ല എന്നത് മാത്രമല്ല, പ്രധാനമായും ചെലവ് തന്നെയാണ് പ്രശ്നം. ഒരു 6ാം തലമുറ യുദ്ധവിമാനത്തിന് 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ 3 ഇരട്ടിയാണ് നിർമ്മാണ ചെലവ്. അതുപോലെ തന്നെ അത് നിലനിർത്താനുള്ള ചെലവുകളും 2-3 ഇരട്ടിയാണ്. അമേരിക്ക പോലും 6ാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള പദ്ധതിയിൽ ഒരൽപ്പം ഉദാസീനത കാണിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. നിലവിലുള്ള ചില സാങ്കേതിക വിദ്യകളിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ 6ാം തലമുറ യുദ്ധവിമാനത്തിനുള്ള പദ്ധതി ഒരൽപ്പം ചെലവ് കുറച്ച് നടപ്പാക്കാൻ കഴിയുമെന്നാണ് അമേരിക്കയുടെ കണക്കൂട്ടൽ. ഇന്ത്യയുടെ കാവേരി എഞ്ചിൻ പദ്ധതി വിജയിച്ചു കഴിഞ്ഞാൽ അത് AMCAയുടെയും TDBFന്റെയും ഒക്കെ 2ാം ഘട്ടത്തിലെങ്കിലും ഉപകാരപ്രദമാകുമെന്നാണ് കണക്കാക്കുന്നത്. അതിനായി നമുക്ക് കാത്തിരിക്കാം. DRDOയ്ക്ക് വിജയാശംസകൾ. ജയ് ഹിന്ദ്.